മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ സലിംകുമാർ 56 അന്തരിച്ചു. ദീർഘനാളായി അസുഖബാധിതനായിരുന്നു. ന്യൂമോണിയ ബാധയെ തുടർന്ന് ശനിയാഴ്ച രാവിലെയാണ് അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാത്രിയോടെ ആരോഗ്യനില വഷളാകുകയായിരുന്നു. നാളെ രാവിലെ 9 മണി മുതൽ പറവൂർ ടൗൺഹാളിൽ പൊതുദർശനമുണ്ടാകും. നാളെ വൈകിട്ടായിരിക്കും സംസ്കാരം. മലയാളികളെ മതിമറന്ന് ചിരിപ്പിച്ച ഹാസ്യനടനായാണ് സലിംകുമാറിന്റെ തുടക്കം. എന്നാൽ പതിയെ ഗൌരവമേറിയ കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് നടൻ തെളിയിച്ചു. ഇതിനിടയിൽ സംവിധായകനായും തിളങ്ങി. വെള്ളിത്തിരയിൽ മാത്രമല്ല, നിത്യജീവിതത്തിലും ഹാസ്യം സലിംകുമാറിന്റെ സന്തത സഹചാരിയായിരുന്നു. നർമ്മം കലർന്ന കമന്റുകളിലൂടെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിൽ നടൻ ഒരിക്കലും വിമുഖത കാട്ടിയിരുന്നില്ല. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരില് ഗംഗാധരന്റെയും കൗസല്യയുടെയും ഇളയ മകനായി 1969 ഒക്ടോബർ 10-നാണ് സലിംകുമാറിന്റെ ജനനം. വടക്കൻ പറവൂരിലുള്ള സർക്കാർ ലോവർ പ്രൈമറി സ്കൂളിലും ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലുമായിട്ടായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മാല്യങ്കര SNM കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ബിരുദവുമെടുത്തു. മിമിക്രിയിലൂടെയാണ് കലാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. MG സർവകലാശാല യുവജനോത്സവത്തിൽ മിമിക്രിയിൽ 3 തവണ വിജയിയായിരുന്നു. ഇവിടെ നിന്നാണ് കൊച്ചിൻ കലാഭവന്റെ വേദികളിലേക്ക് എത്തുന്നത്. പിന്നീട് കൊച്ചിൻ സാഗർ എന്ന മിമിക്രി ട്രൂപ്പിൽ ചേർന്നു. 4 വർഷത്തോളം കൊച്ചിയിലെ പ്രൊഫഷണൽ നാടക ട്രൂപ്പായ ആരതി തിയേറ്റേഴ്സിലും പ്രവർത്തിച്ചിരുന്നു. കൊച്ചിൻ സ്റ്റാലിയൻസ് എന്ന് സ്വന്തമായൊരു മിമിക്രി ട്രൂപ്പും നടത്തിയിരുന്നു. സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്പമാണ് 100 വട്ടം 1996 എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ പ്രവേശം. പിന്നീട് നിരവധി സിനിമകളിൽ ചെറിയ ചില വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. 2000-ൽ ഇറങ്ങിയ സുരേഷ് ഗോപി ചിത്രം സത്യമേവ ജയതയിലെ കള്ളൻ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വൈകാതെ ഹിറ്റ് സംവിധായകരായ റാഫി മൈനസ് മെക്കാട്ടിൻ ടീമിന്റെ വിളിവന്നു. ഇവരുടെ സംവിധാനത്തിലിറങ്ങിയ തെങ്കാശിപ്പട്ടണത്തിലെ വേഷം സലിംകുമാറിന്റെ തലവര മാറ്റിയെഴുതി. നടനെ മലയാളി ഏറ്റെടുത്തു. പിന്നീടങ്ങോട്ട് നമ്മൾ കണ്ടത് തിയേറ്ററുകളിൽ ചിരിപ്പൂരമൊരുക്കിയ നിരവധി സലിംകുമാർ കഥാപാത്രങ്ങളെയാണ്. പുലിവാല് കല്യാണത്തിലെ മണവാളന്, മീശമാധവനിയിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, കല്യാണരാമനിലെ പ്യാരി, മായാവിയിലെ ആശാന്, തിളക്കത്തിലെ അളിയൻ എന്നിങ്ങനെ നിരവധി ഐക്കോണിക് വേഷങ്ങളിൽ സലിംകുമാറിനെ പ്രേക്ഷകർ കണ്ടു. ഈ കഥാപാത്രങ്ങൾ ഇന്ന് പോപ്പ് കൾച്ചറിന്റെ ഭാഗമാണ്. അടൂർ ഭാസി, ജഗതി ശ്രീകുമാർ, കൊച്ചിൻ ഹനീഫ എന്നിങ്ങനെ ചിരിയുടെ ആശാന്മാരുടെ നിരയിലാണ് നടന് മലയാളി ഇരിപ്പിടം ഒരുക്കിയത്. നിത്യജീവിതത്തിലേക്ക് കളിയായും കാര്യമായും സലിംകുമാർ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളും ചേഷ്ടകളും സ്വാഭാവികമായി മലയാളി സന്നിവേശിപ്പിക്കുന്നു. ഹാസ്യവേഷങ്ങളിൽ തിളങ്ങിയിരുന്ന നടന്റെ മറ്റൊരു മുഖം മലയാളി കാണുന്നത് 2004-ൽ പുറത്തിറങ്ങിയ കമൽ ചിത്രം പെരുമഴക്കാലത്തിലാണ്. ആമു എളാപ്പ എന്ന കഥാപാത്രമായുള്ള നടന്റെ പകർനാട്ടം ഏവരെയും ഞെട്ടിച്ചു. പിന്നാലെ 2005-ൽ റിലീസ് ചെയ്ത ലാല് ജോസ് ചിത്രം അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവൽ എന്ന കഥാപാത്രം. ഒരച്ഛന്റെ വേദന വെള്ളിത്തിരയിൽ നിന്ന് കാണികളിലേക്ക് സലിംകുമാർ എത്തിച്ചു. 2010-ലെത്തിയ ആദാമിന്റെ മകന് അബുവിലെ കഥാപാത്രം നടനിൽ ഭദ്രമാണെന്ന് മലയാളികൾക്ക് ഉറപ്പായിരുന്നു. വൈകാരികമായ പ്രകടനം കൊണ്ട് അദ്ദേഹം അത് അക്ഷരംപ്രതി ശരിവച്ചു. 2005-ലാണ് സലിംകുമാറിനെ തേടി ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത്. അച്ഛനുറങ്ങാത്ത വീട്ടിലെ പ്രകടനത്തിനായിരുന്നു അംഗീകാരം. ആദാമിന്റെ മകന് അബുവിലൂടെ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും സ്വന്തമാക്കി. 2012-ല് മികച്ച ഹാസ്യനടനുള്ള സംസ്ഥാന പുരസ്കാരവും അയാളും ഞാനും തമ്മിൽ അദ്ദേഹത്തെ തേടിയെത്തി. തിരക്കിട്ട അഭിനയജീവിതത്തിനിടയിൽ കറുത്ത ജൂതന് 2017, ദൈവമേ കൈതൊഴാം കെ കുമാറാകണം 2018 എന്നിങ്ങനെ 2 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനവും ചെയ്തു. സംവിധായകനായി അരങ്ങേറിയ കറുത്ത ജൂതൻ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിന് അർഹമായി.